വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് പ്രതിഷേധം നാളെ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 5 മണി വരെ സെന്റ് തോമസ് മൗണ്ടിൽ നടക്കും. വിശ്വാസികളുടെ അവകാശമായ സഭയുടെ വിശുദ്ധ കുർബാനയെ വിമതരോടൊപ്പം ചേർന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അട്ടിമറിച്ച മാർ ജോസഫ് പാംബ്ലാനിയെ അതിരൂപതയുടെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നും അതിരൂപതയിൽ പൂർണ്ണമായും സഭയുടെ കുർബാന നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നാളെ സെന്റ് തോമസ് മൗണ്ടിൽ പ്രതിഷേധ ദിനം ആചരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ട് പോരാടിയ വിശ്വാസികളുടെ ശക്തി തെളിയിക്കുന്ന ഒരു സമ്മേളനമാണ് നടത്തുന്നത്. ഒരു കാരണവശാലും ആരും വിട്ടു നിൽക്കരുത് എന്നാണ് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് സംഘാടകർ അഭ്യർത്ഥിക്കുന്നത്. സിനഡിൽ പങ്കെടുക്കുവാൻ വരുന്ന മെത്രാൻമാർ വിശ്വാസികളുടെ ശക്തി കണ്ട് സഭാ മക്കൾക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ട ബോധ്യം നൽകേണ്ടത് ഓരോ വിശ്വാസികളുടെയും കടമയാണ്. വൈകിട്ട് കാക്കനാട് പള്ളിയിൽ കുർബാന കൂടി സമരം അവസാനിക്കും. ഈ അടുത്ത കാലത്ത് സീറോ മലബാർ സഭയിലെ അത്യുന്നത നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സാധാരണ വിശ്വാസികൾക്ക് തോന്നിയ ഒരു സംശയം, ഇപ്പോൾ സുവിശേഷം അറിയേണ്ടതും അറിയിക്കേണ്ടതും ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിനെയാണ്. കാരണം അവർ ദൈവകൽപ്പനകൾ, തിരുസഭയുടെ കൽപ്പനകൾ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഇവയെക്കുറിച്ചൊന്നും യാതൊരുവിധ പരിജ്ഞാനവും അവർക്കില്ല. അതുകൊണ്ടാണ് അവർ ക്രിസ്തുവിനെയും വിശുദ്ധ കുർബാനയെയും നാൾക്കുനാൾ നിരന്തരം അവഹേളിക്കുന്നതും അപമാനിക്കുന്നതും. സഭയിലെ സാധാരണ വിശ്വാസികൾ ദേവാലയത്തോടും ദൈവജനത്തോടും ആദരവും ബഹുമാനവും കരുണയും സാഹോദര്യവും കാണിക്കുമ്പോൾ സഭാ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് ഉള്ള അത്യുന്നത പദവിയിൽ ഇരിക്കുന്ന മെത്രാന്മാരും വൈദികരും പെരുമാറുന്ന അവസ്ഥ വളരെ ക്രൂരമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി സഭാ നേതാക്കൾ ക്രിസ്തുവിനെ അനാവരണം ചെയ്യുന്നത് തികച്ചും പൈശാചികമായിട്ടാണ്. മേജറും വികാരിയും ഒരു സത്യം മനസ്സിലാക്കുക: ക്രിസ്തുവിനെയാണ് നിങ്ങൾ പീഡിപ്പിക്കുന്നത്. അൾത്താരയിൽ വിശ്വാസികൾക്കായി ദിവ്യ വിരുന്ന് ഒരുക്കുന്നതിൽ നിങ്ങൾക്ക് സമർപ്പണ ബോധം തീരെ ഇല്ല എന്നുള്ളത് കൊണ്ട് അവിടെ ദൈവം സന്നിഹിതനാകുന്നില്ല, സംപ്രീതനാകുന്നില്ല. അതിനാൽ നിങ്ങൾ സമർപ്പിക്കുന്ന അപ്പവും വീനും കർത്താവിന്റെ ശരീര രക്തങ്ങളിൽ ഭാവഭേദം സംഭവിക്കുന്നില്ല. സഭാ സിനഡ് അസാധുവായി പ്രഖ്യാപിച്ച ബലി നിങ്ങൾ അർപ്പിച്ചാൽ അത് ദൈവം സ്വീകരിക്കുകയില്ല. നിങ്ങൾക്ക് ദൈവം നൽകിയ സുബോധം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളെക്കാൾ എത്രയോ ദൈവ അവബോധമുള്ളവരാണ് വിശ്വാസികൾ.